ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ പാലപ്പുറം ആൻഡ് ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികളോട് കടുത്ത അവഗണന. മാസങ്ങൾ പിന്നിട്ടിട്ടും മരുന്നുകളുടെ ക്ഷാമം. ഫാർമസിയിൽ മരുന്നുകളില്ലാത്തതിനാൽ രോഗികൾ വലയുന്നു. പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികളോട് കടുത്ത അവഗണന. മാസങ്ങളായി യാതൊരുവിധ മരുന്നും ഫാർമസിയിലില്ല. ഏറ്റവും പാവപ്പെട്ടവരും വയസ്സായവരും അച്ഛനമ്മമാരായ രോഗികൾ കഷ്ടപ്പെട്ട് ബസ് കയറി വന്ന് ക്യൂ നിന്ന് ടോക്കൺ ഫീസും കൊടുത്ത് അവസാനം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മരുന്നിന്റെ ചീട്ടുമായി പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അധിക വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. ഇതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് എത്തി മെഡിക്കൽ ഓഫീസറും സമരക്കാരുമായി സംസാരിച്ച് ഫാർമസിക്ക് മുമ്പിൽ മരുന്നില്ലെന്ന പോസ്റ്റർ ഒട്ടിച്ചു. നാളെ രാവിലെ മരുന്ന് എത്തിക്കാമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിച്ചത്. പ്രതിഷേധ പരിപാടിയിൽ BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P. ജയരാജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് VP ഷാജു, മണ്ഡലം സെക്രട്ടറി P. വിജു, വാർഡ് മെമ്പർമാരായ AC സുബ്രഹ്മണ്യൻ, പ്രസീത U, TG ശാലിനി, ബാബു, സുരേഷ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. ഒരു ചുമതലയിലിരിക്കുന്ന സമയത്ത് ഡോക്ടർ നിർവഹിക്കണം. അല്ല, ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മരുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കരുത്. കാരണം ഇവിടെ നമ്മൾ പൈസ പിരിച്ചല്ല മരുന്ന് മേടിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസവും 2 ദിവസവും മരുന്നിനോ മിനിഞ്ഞാമോ അല്ലല്ലോ മരുന്നിനെ കഴിയിട്ട് ദിവസങ്ങളായില്ലോ. ഡോക്ടർ ഒരു കാര്യം ചെയ്യും. ഇങ്ങനെ 10 ദിവസം കൊണ്ട് മരുന്നില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇവിടെ പ്രതിഷേധത്തിലാണ് എന്നുള്ള കാര്യം ഉത്സവിക്കും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധത്തിന് ആൾക്കാർ വന്നിട്ടുണ്ട്. ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക.